നാടെങ്ങും ഓണാഘോഷം അതിവിപുലമായി തന്നെ നടക്കുകയാണ്. പുത്തൂർ പഞ്ചായത്തിൻ്റെ ഓണാഘോഷം അതിമനോഹരമായ കാഴ്ച നമുക്കൊന്ന് കാണാം. പുത്തൂർ പഞ്ചായത്തിൻ്റെ സമ്പത്ത്, അതായത് അറിവിന്റെ സമ്പത്ത്, രാഷ്ട്രീയ മേഖലയിൽ അറിവിന്റെ സമ്പത്ത് വിളിച്ച നമ്മുടെ മുരളിയേട്ടനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നല്ലീച്ചിന്റെ അല്ലെ കഴിഞ്ഞ 15 വർഷം നമ്മുടെ ഈ ഹോളിലിരുന്ന്, എൻ്റെ കൂടെ 10 പേര് ഇരുന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 15 വർഷം ഈ ഹോളിലിരുന്ന് നമ്മുടെ അമ്മമാരുടെ ശൈലിയിൽ സംസാരിച്ച് നമ്മുടെ ഓണത്തിനെ പൂരിപ്പിച്ച നമ്മുടെ നല്ലീച്ചിന്റെ, നമ്മുടെ പുത്തൂരാം പഞ്ചായത്ത് പ്രസിഡന്റ് 20 വർഷം നമ്മുടെ ഈ ഹോളിൽ 20 വർഷത്തിന്റെ പഴക്കമുള്ള 70 വയസ്സായി. എന്നിട്ട് നമ്മുടെ മുൻ സെക്രട്ടറി നമ്മോളം നമ്മുടെ കൂടെ, അതുപോലെ തന്നെ നമ്മുടെ 1.5 വർഷം നമുക്ക് ഇച്ചിരി പരിപാടി സന്തോഷം ജയസിനോട്. അതുപോലെ നമ്മുടെ ജയസ് സുബ്രഹ്മണ്യൻ തന്നെ നമ്മുടെ സ്റ്റാറ്റിക് നമസ്കാരം. നെഞ്ചിന് പഞ്ചാരപ്പാലല്ല തേനല്ല പൊള്ളുന്ന തീക്കനയ, പണ്ടിന് മന്ദാര പൂവല്ല കാണുനി കണ്ണീരും പൂമഴയ, പുഞ്ചിരിയാണേലും ഉള്ളിൽ കൊള്ളും മുള്ളാണേ, കണ്ണില് നോവിന്റെ കല്ലൻ കല്ലാണേ, കണ്ണൊന്നടച്ചാലും മുന്നിൽ വന്നേ ദിപ്പാണേ, വാച്ചാലും മായുന്നില്ലേ. മേരാ മേരാ മഴകാ പാടാ മറക്കുവാൻ പാടാ അനുരാഗത്തീ കടല, ശോകം വേണ്ട മോഹം വേണ്ട തൊട്ടായി ഞങ്ങളിലേ. പുത്തൂർ പഞ്ചായത്ത് ഓണാഘോഷം വിപുലമായി ആഘോഷിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഓണാഘോഷം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും രാഷ്ട്രീയ നേതാവുമായ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മിനി റെജി സ്വാഗതം പറഞ്ഞു. മുൻ മെമ്പർ നളിനി വിശ്വംഭരൻ, മെമ്പർ VR രമേശ്, സിനോയ് സുബ്രഹ്മണ്യൻ എന്നിവർ ആശംസാ പ്രഭാഷണം നടത്തി. സെക്രട്ടറി സജിത, മെമ്പർമാരായ CK തിലകൻ, TP മാധവൻ, ലിബി വർഗീസ്, പ്രിയങ്ക സനീഷ്, ധന്യ കിഷോർ, ജിനി ശൈലി, അനഖ രതീഷ്, ബബിത ജയൻ, ജോസി ബേബി, സേതുമാധവൻ, രേഖ ചാക്കോ, റെജി പുറ്റാനി, പുത്തൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, കുടുംബശ്രീ ചെയർപേഴ്സൺ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, മാധ്യമ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ആഘോഷത്തിൽ പങ്കാളികളായി.
ജീവനക്കാരുടെ നേതൃത്വത്തിൽ പൂക്കളം തീർക്കലും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ തിരുവാതിരയും ഓണക്കളിയും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. കേരള ടൈംസ് മീഡിയ. കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ നമ്മളുടെ നിഷ നവാനന്ദൻ, പഞ്ചായത്തിന്റെ എല്ലാ മെമ്പർമാരും, അതുപോലെ തന്നെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാര്, കോൺട്രാക്ടർമാര്, കുടുംബശ്രീയുടെ പ്രവർത്തകര്, നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളെ, അതുപോലെ തന്നെ എല്ലാ CDSമാരും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, CDS മെമ്പർമാര്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓഫീസർമാരിൽ നമ്മുടെ ഡോക്ടർ അയച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ സദാചേട്ടൻ വന്നിട്ടുണ്ട്. സദാചേട്ടനും എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഇന്നത്തെ ഓണ പരിപാടികളെ വളരെ ഗംഭീരമാക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത്. നമ്മുടെ പരിപാടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു, നമ്മുടെ പൂക്കളം ഇടൽ കഴിഞ്ഞു, അതുപോലെ തന്നെ ഓണക്കളി 2 കഴിഞ്ഞു. ഒരു നല്ല നമ്മുടെ സ്റ്റാഫിൻ്റെ ഒരു പരിപാടി കൂടി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഓണസദ്യയും കൂടി കഴിഞ്ഞിട്ട് വേണം അടുത്ത കലാപരിപാടികളിലേക്ക് നടക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. എന്തായാലും ഈ വർഷം നമുക്ക് ഈ ഒരു ഹാളിൽ വെച്ച് ഇങ്ങനെയൊക്കെ നടത്താനായിട്ട് കരുതുന്നു. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇപ്പൊ തന്നെ പരിശ്രമം തുടങ്ങണം. എന്നാലും എല്ലാ പ്രശ്നങ്ങളും, അല്ലാതെ നമുക്ക് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ നടന്നിട്ടുള്ളതാണ്. എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ നമുക്കൊരു റിലാക്സേഷൻ ആണ് ഇങ്ങനത്തെ ഓരോ പരിപാടികൾ. ഇതൊക്കെ വളരെ നന്നായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു തിരക്കിൻ്റെ ഇടയിലും ഒരു കുറച്ച് സമയം കണ്ടെത്തി ഈ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തു, അതുകൂടെ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ഒരുമിച്ച് വേണമെന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ഒരുപോലെ ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇതൊക്കെ നമ്മളിത് നന്നാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഇവിടുന്ന് മാറിപ്പോയ സെക്രട്ടറി നമുക്ക് ഒരു അനുമോദന ചടങ്ങ് നടത്തിയിട്ടില്ല. അപ്പോൾ ഈ ഓണത്തിന്റെ സമയത്ത് അതും കൂടി ഇവിടെ നടത്താമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് സെക്രട്ടറി പ്രത്യേകം ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഐക്യം നിലനിൽക്കാൻ ഈ ഓണാഘോഷ പരിപാടികളൊക്കെ നമുക്ക് ആവശ്യമാണ്. വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വന്നത് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സമത്വ സുന്ദരമായ ആ പഴയ മഹാബലി തമ്പുരാന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് നല്ല നാളേക്ക് വേണ്ടി എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ നല്ല നാളേക്ക് വേണ്ടി ഒരിക്കൽ കൂടി എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇവിടെയൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കാൻ ഉള്ളവരല്ല. അതിന് കാരണം എന്താ വെച്ചാൽ അതിനാവശ്യമായ ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ആള് ഇല്ല, അടിയിലായാലും ഇല്ല. അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു പഞ്ചായത്ത്